കേരള സർവകലാശാല സിൻഡിക്കേറ്റിൽ യു.ഡി.എഫിന് മേൽക്കൈ. ഇടത് സർക്കാരിന്റെ കാലത്ത് നിയമിക്കപ്പെട്ട 6 നോമിനികളെ പിൻവലിച്ച് പുതുതായി 6 പേരെ യു.ഡി.എഫ് സർക്കാർ നിയമിച്ചു. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ ആർ.എസ്. ശശികുമാർ, ആലപ്പുഴയിൽ പിണറായി വിജയനെതിരെ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് ജുവൽ കുര്യാക്കോസ് അടക്കം 6 പേർക്കാണ് നിയമനം. ഡിവൈഎഫ്ഐ നേതാവ് ഷിജു ഖാൻ അടക്കം ഇടത് സർക്കാരിന്റെ കാലത്ത് നിയമിച്ച 6 പേരെയാണ് മാറ്റിയത്. കേരള മാതൃകയിൽ കാലിക്കറ്റ് അടക്കമുള്ള സർവകലാശാല സിൻഡിക്കേറ്റിലും ഉടൻ തന്നെ നോമിനികളെ വയ്ക്കും. ഇതിനിടെ സർക്കാർ ഉത്തരവിൽ ആർ.എസ്. ശശികുമാറിന്റെ നാമനിർദ്ദേശത്തിൽ വിമർശനവുമായി എസ്.എഫ്.ഐ രംഗത്തെത്തി. ഇടത് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചയാളാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ചെയർമാൻ ആർ.എസ്. ശശികുമാർ. ഡോക്ടർ സി ബാബു, ഡോക്ടർ നൌഷാദ് വി, ഡോക്ടർ കെ അനിൽകുമാർ, ഡോക്ടർ എസ് പ്രേമ, യൂത്ത് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവരും പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. നേരത്തെ ഇടത് സർക്കാർ നാമനിർദ്ദേശം ചെയ്ത 6 അംഗങ്ങളെ പിൻവലിച്ചുകൊണ്ടാണ് ഇപ്പോൾ പുതിയ അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആലപ്പുഴ ഗൺമാൻമാർ മർദ്ദിച്ച കേസിൽ മർദ്ദനമേറ്റ രണ്ടാമത്തെയാളാണ് അജയ് ജുവൽ കുര്യാക്കോസ്. നിലവിലെ സിൻഡിക്കേറ്റിലുള്ള ഇടത് അംഗങ്ങളായ അഡ്വക്കേറ്റ് ജി മുരളീധരൻ, ഡോക്ടർ ഷിജു ഖാൻ, മുൻ എം.എൽ.എ ആർ രാജേഷ്, ഡോക്ടർ എസ് ജയൻ, പ്രൊഫസർ പി.എസ്. രാധാമണി, പ്രൊഫസർ വിപിൻ കെ ജോസ് എന്നിവരാണ് ഒഴിവാക്കപ്പെട്ടവർ. ഇതോടുകൂടി സിൻഡിക്കേറ്റിൽ എൽ.ഡി.എഫിനുണ്ടായിരുന്ന ഭൂരിപക്ഷം കുറയുകയും യു.ഡി.എഫിന് മികച്ച ഭൂരിപക്ഷം ഉണ്ടാകുന്ന തരത്തിലേക്ക് മാറുകയും ചെയ്തു. നിലവിൽ തുടരുന്ന ബാക്കി അംഗങ്ങൾ സിൻഡിക്കേറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അടുത്ത തിരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ അവർ സിൻഡിക്കേറ്റ് അംഗങ്ങളായി തന്നെ തുടരും. സർക്കാരിന്റെ ഉത്തരവിൽ കടുത്ത അതൃപ്തിയിലാണ് ഇടത് അംഗങ്ങൾ. അതിനിടെ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് പുനഃസംഘടിപ്പിച്ച സർക്കാർ ഉത്തരവിൽ ആർ.എസ്. ശശികുമാറിന്റെ നാമനിർദ്ദേശത്തിൽ വിമർശനവുമായി എസ്.എഫ്.ഐ രംഗത്തെത്തി. സേവ് യൂണിവേഴ്സിറ്റി ഫോറം ആട്ടിൻ ചുവലിട്ട മാരീചനാണെന്ന എസ്.എഫ്.ഐ സംസ്ഥാന സെക്രട്ടറി പി.എസ്. സഞ്ജു പറഞ്ഞു. ശശികുമാർ സിൻഡിക്കേറ്റിലെത്തിയത് ഗവർണറുടെ താൽപ്പര്യത്തിലാണ് എന്നാണ് എസ്.എഫ്.ഐയുടെ വിമർശനം. സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തെ എസ്.എഫ്.ഐ വിടാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി. സർവകലാശാലയെ നശിപ്പിക്കാൻ ശ്രമിച്ച ബുദ്ധികേന്ദ്രമാണ് ശശികുമാർ എന്ന് എസ്.എഫ്.ഐ സംസ്ഥാന പ്രസിഡന്റ് എം. ശിവപ്രസാദ് പറഞ്ഞു. ശശികുമാർ, ഗവർണർ മോഹനൻ കുന്നുമ്മൽ ത്രയമാണ് സർവകലാശാലയുടെ പ്രതിസന്ധികൾക്ക് കാരണമെന്നും ശശികുമാറിന്റെ അംഗത്വം വി.ഡി. സതീശന്റെ പ്രത്യുപകാരമാണെന്നും എം. ശിവപ്രസാദ് വിമർശിച്ചു.